ഹായ് ഫ്രണ്ട്സ്, ആദിഷനിൽ കിച്ചൺ റെസിപ്പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം കുറേ നാളുകൾക്ക് ശേഷം, കുറേ മാസങ്ങൾക്ക് ശേഷമായിട്ടാണ് ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അതായത് മലബാറുകാരുടെ ഒരു സ്പെഷ്യൽ വിഭവമായിട്ടുള്ള അരി കൊണ്ടുള്ള ഒരു വിഭവം. അപ്പം നമുക്കൊന്ന് കണ്ടാലോ? ഓക്കെ. അപ്പോൾ അതേ, ഞാനിത് ഒരു ഗ്ലാസ് അരി പച്ചരി എടുത്ത് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മളങ്ങനെ കുതിർത്ത് വയ്ക്കണമെന്നൊന്നും ആവശ്യമില്ല. രാവിലെ തന്നെ നമുക്ക് എടുത്തിട്ട്, രാവിലെ വൈകിട്ട് നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ നമുക്ക് എടുത്തിട്ട് അത് അങ്ങനെ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു വിഭവമാണ്. ഓക്കെ, ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്ക്. സക്സസ് ആകുവാണോ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പം ഞാനിത് അരി എടുത്തിട്ടുണ്ട്, ഒരു ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. അപ്പം അതിനോടൊപ്പം ഒരു മുട്ട ഇതിനാവശ്യമാണ്. ഓക്കെ, അപ്പം ഞാനിത് പോയിട്ട് നല്ല നൈസായിട്ട് അരയ്ക്കണം. അപ്പം ഇതിനെ നൈസായിട്ട് അരച്ചെടുത്തോന്നിട്ട് കാണിക്കാം. അത് ഞാനിതിനെ പകുതി അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് പോരാ, നല്ല നൈസായിട്ട് അരയണം. അപ്പം ഞാനെന്ത് ചെയ്യണം, ഇപ്പോൾ ഈ പകുതി അരിഞ്ഞില്ല, ഇനി ഇതിൻ്റെ അകത്ത് ഈ മുട്ട പൊട്ടിച്ചു വയ്ക്കണം. ഓക്കെ, അപ്പോൾ ഇത് നല്ല നൈസായിട്ട് കണ്ടോ ഞാൻ അരച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് പാത്രത്തിലേക്ക് വയ്ക്കുക. ഇതിങ്ങനെ ഇച്ചിരി കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. ഇച്ചിരി കട്ടിയായിട്ടിരിക്കാൻ പാടില്ല. ഇത് പാലപ്പത്തിൻ്റെയൊക്കെ പരുവത്തിലാണ് ഇതിരിക്കുന്നത്. ഇങ്ങനെയല്ല ഇരിക്കേണ്ടത്, ഇച്ചിരി കൂടെ ലൂസാണ്. അപ്പം ഞാൻ ഇച്ചിരി വെള്ളം കൂടി ഇതിനകത്തോട്ട് ഒഴിച്ചിട്ട് കഴുകിയെടുക്കാം. ഓക്കെ, ഇത് ഞാൻ ഇച്ചിരി വെള്ളം കൂടി, ഒരു 2 സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇനി ഒന്ന് കലക്കിയെടുക്കാണ്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ട് നമുക്കിതിനെ ചുടാൻ വേണ്ടിയിട്ട് എടുക്കാം. ഇപ്പോൾ ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഓക്കെ, അതേ നമ്മളിങ്ങനെ നമ്മുടെ ഇതിനകത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അടച്ചു വെച്ചു 5 മിനിറ്റ്, 2 മിനിറ്റ് ആയിട്ട്. ഇനി ഇതിനെ എടുക്കണം. അതല്ലേ, നമ്മളെ നൈസപ്പം കണ്ടില്ലേ, വേറെ നൈസാണ്. എനിക്ക് വേറെ നൈസാണ്. എന്നിട്ട് ഇതിനെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ മടക്കുക, എന്നിട്ട് അതിനെ ഇങ്ങനെ ഫോൾഡ് ചെയ്യുക, പിന്നെ ഇങ്ങനെ ഫോൾഡ് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ കൂടെ തേങ്ങാപ്പാലിനകത്ത് പഴവും കൂടെ മുറിച്ചിട്ടിട്ടാണ് ഇത് കഴിക്കേണ്ടത്. അപ്പം ഞാൻ ബാക്കിയുള്ളതും കൂടെ ചുട്ടെടുത്തിട്ട് വന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഇത് നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കണ്ട ബബിൾസ് എല്ലാം ഇങ്ങനെ വരുന്നുണ്ട്. ഇനി ഒരു പാത്രം എടുത്തിട്ട് അടച്ചു കൊടുക്കാം. അപ്പോൾ ഇതേ നമ്മുടെ രണ്ടാമത്തെ അപ്പോൾ ശരിയായിട്ടുണ്ട്. കണ്ടില്ലേ എത്ര പത്തലയാണെന്ന് നോക്കിക്കേ. കണ്ടോ, ഇതിനെന്താ പേരെന്ന് എനിക്കറിയില്ല. അപ്പം ഇങ്ങനെ മടക്കുക, പിന്നെ ഇങ്ങനെ മടക്കുക, അതിന് ശേഷം ഇങ്ങനെ മടക്കിയിട്ട് ഇതാണ് കണ്ടോ, ഒരു തൂവാല പോലെ, ടവൽ പോലെ നമ്മുടെ കയ്യിലിരിക്കും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ, ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കുക. ഞാൻ എൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ടാണ് ഞാനിത് ഫോൺ വെച്ചിട്ട് തന്നെയാണ് എടുക്കുന്നതൊക്കെ. അപ്പം നിങ്ങളിത് കണ്ടിട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് ഇതിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ ഇത് നൈസ് അപ്പം എന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ അതിൻ്റെ പേരറിയാവുന്നവർ, മലപ്പുറംകാരുടെ പേരറിയാവുന്നവർ ഞങ്ങൾക്കിത് പേര് കമൻ്റായിട്ട് ഇടുക. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സപ്പോർട്ട് ചെയ്ത് ഞങ്ങളെ സഹായിക്കുക. ഓക്കെ, വീണ്ടും ഒരു നല്ല വീഡിയോ കാണുമ്പോഴേ ബൈ.